guys, welcome back to our channel Secondary Gamer. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ PPTX അതായത് പവർ പോയിന്റിത്തെ ഒരു പ്രൊജക്റ്റ് നമ്മൾ കാണിച്ചു തരാൻ പോവാണ്. കുറേ കാലമായിട്ട് ഞാൻ ചെയ്തിരുന്നതാണ്. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ അതായത് ഒരു ഗിഡ് തരണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണിത്. അപ്പോൾ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആർമർ ട്രിംസ് ഇല്ലേ, അതിൻ്റെ ഓരോ പേരുകളാണുള്ളത്. ഫസ്റ്റത്തെ ആർമർ ട്രിം സെൻറ്ററി, അത് പില്ലേജ് ഔട്ട് പോസ്റ്റിൽ നിന്നാണ് കിട്ടുക. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ കോബിൾ സ്റ്റോൺ വേണം. ഡ്യൂൺ ആർമർ ട്രിമ്മിന് ഡെസേർട്ട് പിരമിഡിൽ നിന്നാണ് കിട്ടുക. സാൻഡ് സ്റ്റോൺ ആണ് അത് ഡ്യൂപ്ലിക്കേഷൻ മെറ്റീരിയൽ. കോസ്റ്റ് ഷിപ്രക്കിൽ നിന്നാണ് കിട്ടുക. കോബിൾ സ്റ്റോൺ തന്നെയാണ്. വൈൽഡ് ആർമർ ട്രിം അത് ജംഗിൾ ടെമ്പിളിൽ നിന്നാണ് കിട്ടുക. മോസി കോബിൾ സ്റ്റോൺ കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. പിന്നെ ടൈഡ് ആർമർ ട്രിം ഓഷ്യൻ മോണുമെൻറ്റിൽ നിന്ന് പ്രിസ്മറിയം വെച്ചിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. വാർഡ് ആർമർ ട്രിം ഏൻഷ്യൻ സിറ്റി ഡ്യൂപ്ലിക്കേറ്റിംഗ് മെറ്റീരിയൽ ഡീപ് സ്ലൈറ്റ്. വെക്സ് ആർമർ ട്രിം വുഡ്ലാൻഡ് മാൻഷനിൽ നിന്നാണ് കിട്ടുക. കോബിൾ സ്റ്റോൺ ആണ് ഡ്യൂപ്ലിക്കേഷൻ മെറ്റീരിയൽ. പിന്നെ റിബ് ആർമർ ട്രിം നെതർ ഫോർട്രസിൽ നിന്നാണ് ലൊക്കേഷൻ. നെതർ റാക്കാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ മെറ്റീരിയൽ. പിന്നെ സ്നോട്ട് ബാഷിനിൽ നിന്നാണ്, അതായത് നെതറേത്ത് ബാഷിനിൽ നിന്നാണ് കിട്ടുക. ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽ. പിന്നെ സ്ട്രോങ് ഹോൾഡിൽ നിന്നാണ് കിട്ടുക. എൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. സ്പയർ അത് എൻഡ് സിറ്റിയിൽ നിന്നാണ് ലൊക്കേഷൻ. പെർപ്പർ ബ്ലോക്ക്, അതായത് പെർപ്പിളാണെന്ന് തോന്നുന്നു, പെർപ്പർ ബ്ലോക്കിൽ നിന്നാണ് കിട്ടുക ശരിക്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. വേ ഫൈൻഡർ ഇതിപ്പോൾ പുതിയതാണെന്നാണ്. ട്രയൽ റൂയിൻസിൽ നിന്ന് കിട്ടുന്നതാണ്, ടെറാക്കോണ്ടയാണ്. പിന്നെ റൈസർ ഷേപ്പർ അതും ട്രയൽ റൂയിൻസിൽ നിന്ന് കിട്ടുന്നതാണ്, ടെറാക്കോണ്ടയാണ്. സെയിം ആണ് 3 എണ്ണം. പിന്നെ സൈലൻസ് ഏൻഷ്യൻ സിറ്റിയിൽ നിന്ന് ഡീപ് സ്ലൈറ്റ് ആണ്. സൈലൻസ് ആണ് മൈൻക്രാഫ്റ്റിലത്തെ ഏറ്റവും റയറസ്റ്റ് ആർമർ ട്രിം. പിന്നെ ഗൈസ് അതിലത്തെ എന്തൊക്കെ വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അയൺ ഇങ്കറ്റ്, കോപ്പർ ഇങ്കട്ട്, ഗോൾഡ് ഇങ്കട്ട്, നെതറൈറ്റ്, റെഡ് സ്റ്റോൺ, എമറാൾഡ്, ലാപ്പിസ് ലസ്ലി, ആംതിസ്റ്റ് യാർഡ്, ഡയമണ്ട്, ക്വാർട്സ്. അയൺ ഇങ്കറ്റിൻ്റെ ലൈറ്റ് ഗ്രേയും കോപ്പർ ഇങ്കറ്റിൻ്റെ ഓറഞ്ച്, ഗോൾഡ് ഇങ്കറ്റിൻ്റെ യെല്ലോ, നെതറൈറ്റ് ഇങ്കറ്റിൻ്റെ ബ്ലാക്ക്, റെഡ് സ്റ്റോണിൻ്റെ റെഡ്, എമറാൾഡിൻ്റെ ഗ്രീന്, ലാപ്പിസ് ലസ്ലിൻ്റെ ബ്ലൂ, ആംതിസ്റ്റ് യാർഡിൻ്റെ പേർപ്പിൾ, ഡയമണ്ടിൻ്റെ ലൈറ്റ് ബ്ലൂ, ക്വാർട്സിൻ്റെ വൈറ്റ്. പിന്നെ ഗൈസ് ഇത് എന്താ പറയുക, ഹെൽമെറ്റ് മൈൻക്രാഫ്റ്റ് ചെയ്ത് നെതറൈറ്റ് ഹെൽമെറ്റിന് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് എൻചാൻമെൻറ്റ്സ് ആണ്. ഒന്ന് പ്രൊട്ടക്ഷൻ 4 അല്ലെങ്കിൽ ഫയർ പ്രൊട്ടക്ഷൻ കൊടുക്കുക. പിന്നെ റെസ്പിറേഷൻ 3, എക്കോ എഫിനിറ്റി, അൺബ്രേക്കിംഗ് 3, മെൻഡിങ്. പിന്നെ ചെസ്റ്റ് പ്ലേറ്റിന് കൊടുക്കാൻ പറ്റിയ പ്രൊട്ടക്ഷൻ 4 അല്ലെങ്കിൽ ഫയർ പ്രൊട്ടക്ഷൻ, അൺബ്രേക്കിംഗ്, മെൻഡിങ്, തോൺസ്. ലെഗിൻസിന് കൊടുക്കാൻ പറ്റുന്ന പ്രൊട്ടക്ഷൻ 4 അല്ലെങ്കിൽ ബ്ലാസ്റ്റ് പ്രൊട്ടക്ട്, ക്രീപ്പർ അങ്ങനെ അതിൽ നിന്നൊക്കെ ക്രീപ്പറിന് പൊട്ടി തീർക്കണമെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ അൺബ്രേക്കിംഗ്, മെൻഡിങ്, സ്വിഫ്റ്റ് സ്നേക്ക്. ബൂട്ട്സിൻ്റെ പ്രൊട്ടക്ഷൻ 4ഉം കൊടുക്കാം, ഫെദർ ഫോളിങ്ങും കൊടുക്കാം, നല്ലതാണ്. പിന്നെ ഡെപ്ത് സ്ട്രൈഡ്, ഫ്രോസ്റ്റ് വാക്കർ, സോൾട്ട് സ്പീഡ് 3, അൺബ്രേക്കിംഗ്, മെൻഡിങ്. ഫ്രോസ്റ്റ് വാക്കറും സോൾട്ട് സ്പീഡും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ആണെങ്കിൽ ഞാൻ നല്ല നോട്ടിഫിക്കേഷൻ പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.